എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജോർജ് ഓർവെലിന്റെ ഹോമേജ് ടു കാറ്റലോണിയ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഇത് വെറുമൊരു യുദ്ധത്തിന്റെ കഥയല്ല, മറിച്ച് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി ഓർവെൽ എങ്ങനെ മാറി എന്നതിന്റെ കഥയാണ്. അപ്പോൾ ആ ഒരു യാത്രയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കണ്ടില്ലേ, ഈ ഒരൊറ്റ വാചകത്തിലുണ്ട് ഓർവെലിന്റെ സ്പെയിനിലെ അനുഭവത്തിന്റെ മുഴുവൻ സത്വം. ഫാസിസത്തിനെതിരെ പോരാടാൻ പോയ ഒരാൾക്ക് എന്തിനായിരിക്കും കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നത്? ഈയൊരു ചോദ്യമാണ്, ഈയൊരു വൈരുദ്ധ്യമാണ് ഈ പുസ്തകത്തെ ഇത്രയേറെ ആഴമുള്ളതാക്കുന്നത്. ശരി, നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. വർഷം 1936 അവസാനം. സ്പെയിനിൽ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ പങ്കുചേരണമെന്നൊരൊറ്റ ആഗ്രഹത്തോടെ വലിയ ആദർശങ്ങളൊക്കെ മനസ്സിൽ നിറച്ചാണ് ഓർവെൽ അങ്ങോട്ട് വണ്ടി കയറുന്നത്. അപ്പോ എന്താണ് ഈ പുസ്തകം എന്ന് ചോദിച്ചാൽ, ഇത് കേവലം ഒരു യുദ്ധ റിപ്പോർട്ടിംഗ് അല്ല, അതിനേക്കാൾ ഒരുപാട് മുകളിലാണ്. ഓർവെലിന്റെ സ്വന്തം അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, പിന്നെ യുദ്ധത്തിന്റെ മറവിൽ സത്യം എങ്ങനെയാണ് ഇല്ലാതാക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ശക്തമായ ചിന്തകൾ, ഇതെല്ലാം ചേർന്നൊന്നാണ് ഹോമേജ് ടു കാറ്റലോണിയ. ഓർവെല്ലിന്റെ ഈ യാത്രയെ ചരിത്രപരമായോ അടയാളപ്പെടുത്താൻ ഈ ടൈംലൈൻ നോക്കിയാൽ മതി. 1936 യുദ്ധം തുടങ്ങുമ്പോൾ അദ്ദേഹം അവിടെ എത്തി. 1937 ആ നിർണായകമായ സംഭവങ്ങൾക്ക് നേരിട്ട് സാക്ഷിയായി. പിന്നെ 1938 ഈ അനുഭവങ്ങളെല്ലാം ഒരു പുസ്തകമാക്കി പുറത്തിറക്കി. ശരി, ഓർവെല്ലിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ആദർശങ്ങളിൽ നിന്ന് യുദ്ധമുഖത്ത് അദ്ദേഹം നേരിട്ട കഠിനവും സങ്കീർണവുമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കുഴഞ്ഞുമറിയുന്നത്. ഫാസിസ്റ്റുകൾക്കെതിരെ ഒറ്റക്കെട്ടായൊരു മുന്നണിയൊന്നും ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ഓർവെൽ ചേർന്ന പോവം, പിന്നെ സോവിയറ്റ് യൂണിയന്റെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റുകൾ, അനാർക്കിസ്റ്റുകൾ, ഇങ്ങനെ റിപ്പബ്ലിക്കൻ പക്ഷത്ത് തന്നെ പല പല ഗ്രൂപ്പുകളായിരുന്നു. ഇവർ തമ്മിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓർവെൽ എന്താണോ പ്രതീക്ഷിച്ചത് അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിരുന്നു അവിടത്തെ യാഥാർത്ഥ്യം. ഫാസിസത്തിനെതിരെ ഒരുമിച്ച് പോരാടുന്ന ഒരു മഹത്തായ യുദ്ധം പ്രതീക്ഷിച്ചു പോയ ആൾക്ക് കിട്ടിയതോ കൊടും തണുപ്പും പട്ടിണിയും ഒന്നും ചെയ്യാനില്ലാത്ത വിരസതയും എന്തിനാണ് പോരാടുന്നതെന്ന് പോലും അറിയാത്ത കുറേ ഏറ്റുമുട്ടലുകളും. സത്യം പറഞ്ഞാൽ യഥാർത്ഥ ശത്രുവിനോടുള്ള പോരാട്ടത്തെക്കാൾ കൂടുതൽ അവിടുത്തെ മോശം സാഹചര്യങ്ങളോടും പട്ടിണിയോടുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ യുദ്ധം. ആ ബങ്കറുകളിലെ ദുരിത ജീവിതമാണ് അദ്ദേഹത്തെക്കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി ഒരു ബന്ധവുമില്ലല്ലോ. ഇനി നമ്മൾ കഥയിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ് വരുന്നത്. ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടം അതവർക്കിടയിൽ തന്നെ ഒരു യുദ്ധമായി മാറിയ ആ നിമിഷം. ബാർസലോണയിലെ തെരുവുകളിൽ നടന്ന ആ സംഭവം 1937 മെയ് മാസം. ഈയൊരു സമയത്താണ് ആ ഞെട്ടിക്കുന്ന ഉൾപ്പോര് നടക്കുന്നത്. ബാഴ്സലോണയിലെ തെരുവു യുദ്ധങ്ങൾ ഈ കഥയിലെ ഏറ്റവും സംഘർഷഭരിതമായ ഭാഗം തന്നെയാണ്. ഓർവെലിന് അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരേ ശത്രുവിനെതിരെ പോരാടുന്നു എന്ന് വിശ്വസിച്ചിരുന്നവർ സ്വന്തം ആൾക്കാരെ തന്നെ ആക്രമിക്കുന്നത് അദ്ദേഹം നേരിൽ കണ്ടു. അതൊരു വലിയ വഞ്ചനയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന അവസാനത്തെ ആദർശവും അതോടെ തകർന്നുപോയി. ആ ആഭ്യന്തര കലഹത്തിനു ശേഷം ഓർവെലിന് വെടിയേറ്റതും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതും അതിലൂടെ പ്രൊപ്പഗൻഡയെക്കുറിച്ച് അദ്ദേഹം പഠിച്ച ആ നിർണായകമായ പാഠങ്ങളുമാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. കാര്യങ്ങൾ ഒന്നൊന്നായി വഷളാവുകയായിരുന്നു. ഒരു സ്നൈപ്പറിന്റെ വെടിയേറ്റ് അദ്ദേഹത്തിന്റെ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹം ഭാഗമായ PUMUM എന്ന സംഘടനയെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. അവസാനം കമ്മ്യൂണിസ്റ്റ് പോലീസ് വേട്ടയാടിയപ്പോൾ ഒരു കുറ്റവാളിയെപ്പോലെ ആ രാജ്യത്തു നിന്നും ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള ആ ഒരു പ്രധാന പാഠം എന്താണെന്ന് വെച്ചാൽ, യുദ്ധം നടക്കുന്നത് തോക്കുകൊണ്ടും ബോംബുകൊണ്ടും മാത്രമല്ല, വാക്കുകൾ കൊണ്ടും നുണകൾ കൊണ്ടുമാണ്. സത്യത്തെ വളച്ചൊടിക്കലാണ് ഏറ്റവും വലിയ ആയുധമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഫാസിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒരുപോലെ പ്രൊപ്പഗാൻഡ ഉപയോഗിക്കുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടു. സ്പെയിനിലെ ഈ കൈപ്പേറിയ അനുഭവങ്ങൾ ഓർവെല്ലിന്റെ പിൽക്കാലത്തെ ലോകം മുഴുവൻ അറിയുന്ന കൃതികളെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഓർവെല്ലിന്റെ എഴുത്തിന്റെ ആ ഒരു പരിണാമം ഇവിടെ വ്യക്തമായി കാണാം. സ്പെയിനിലെ തെരുവുകളിൽ അദ്ദേഹം നേരിട്ട് കണ്ട ആ സമഗ്രാധിപത്യത്തിന്റെ സ്വഭാവം, അധികാര ദുർവിനിയോഗം, സത്യത്തെ ഇല്ലാതാക്കുന്ന പ്രൊപ്പഗാൻഡ, ഇതെല്ലാമാണ് പിന്നീട് ആനിമൽ ഫാം, 1984 പോലുള്ള വിശ്വവിഖ്യാതമായ നോവലുകൾക്ക് അടിത്തറയായത്. സ്പെയിൻ ഒരു പരീക്ഷണശാല പോലെയായിരുന്നു. അതിന്റെ ഭീകരമായ ഫലങ്ങളാണ് അദ്ദേഹം ലോകത്തിനൊരു മുന്നറിയിപ്പായി നൽകിയത്. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഇറങ്ങിയ സമയത്ത് വലിയ ശ്രദ്ധയൊന്നും നേടിയില്ല. കാരണം ഫാസിസത്തിനെതിരെ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഇടതുപക്ഷത്തിനുള്ളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തൊരു അപ്രിയ സത്യമായിരുന്നു. ഈ പുസ്തകം നമ്മളോട് ചോദിക്കുന്ന ഈയൊരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. 80 വർഷങ്ങൾക്ക് മുൻപ് ഓർവെൽ നൽകിയ ഈ മുന്നറിയിപ്പ് വ്യാജവാർത്തകളുടെയും പ്രൊപ്പഗാൻഡയുടെയും ഈ കാലത്ത് എത്രത്തോളം പ്രസക്തമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ.
സത്യം തന്നെ ഒരു യുദ്ധക്കളമായി മാറുമ്പോൾ നിങ്ങൾ ആരെ വിശ്വസിക്കും?